ഞാൻ ഡോക്ടർ സനം VPS ലേക്ക് ഷോർ ഹോസ്പിറ്റലിലെ ഗൈനക്കോളജിക്കൽ ഓങ്കോളജി വിഭാഗം അസോസിയേറ്റ് കൺസൾട്ടൻ്റ് ആണ്. ഗൈനക്കോളജിക്കൽ ഓങ്കോളജി എന്ന് പറയുമ്പം മെയിൻലി നമ്മൾ സ്ത്രീകളുടെ ക്യാൻസർ റിലേറ്റഡ് ആയിട്ടുള്ള സർജറീസാണ് മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത്. അതായത് ബ്രസ്റ്റ്, ഓവറി, യൂട്രസ്, സെർവിക്സ് എന്നിവ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് മെയിനായിട്ട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് സെർവൈക്കൽ ക്യാൻസർ, അതായത് ഗർഭാശയഗള ക്യാൻസറിൻ്റെ സ്ക്രീനിങ്ങും പ്രിവെൻഷനെയും കുറിച്ചാണ്. അപ്പോൾ ഈയിടെ നമ്മൾ പണ്ട് ഇത് കൂടുതലും കണ്ടുവന്നിരുന്നത് ഒരുപാട് പ്രായമുള്ള, അതായത് 60 വയസ്സിന് മുകളിലുള്ള സ്ത്രീകളിലായിരുന്നു കൂടുതലും കണ്ടുവന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ നമുക്ക് ചെറുപ്പക്കാരിലും ചെറിയ പ്രായത്തിലും സെർവൈക്കൽ ക്യാൻസർ കാണുന്നുണ്ട്. അപ്പം നമ്മൾ മെയിനായിട്ട് സെർവൈക്കൽ ക്യാൻസർ ഉണ്ടാവാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് HPV എന്ന് പറയും, അതായത് ഹ്യൂമൻ പാപ്പിലോമ വൈറസ്. അതൊരു തരം വൈറസാണ്. 98% ഗർഭാശയഗള ക്യാൻസറുകളും ഈ ഒരു വൈറസ് കാരണമാണെന്നാണ് ഇപ്പോൾ നമുക്ക് തെളിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ വൈറസിന് എഗെയിൻസ്റ്റുള്ള വാക്സിനേഷൻ നമുക്കിതിൻ്റെ ഒരു പ്രിവെൻഷൻ, അതായത് വരാതിരിക്കാൻ നമുക്ക് ഒരുപാട് സഹായിക്കും. ഇപ്പോൾ നമുക്ക് പലതരത്തിലുള്ള വാക്സിൻസ് അവൈലബിൾ ആണ്. സെർവാരിക്സ്, ഗാഡാസിൽ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ മെയിനായിട്ടുള്ള സ്ട്രെയിനുകൾക്ക് എഗെയിൻസ്റ്റുള്ള വാക്സിൻ അവൈലബിൾ ആണ്. 9 വയസ്സ് മുതലുള്ള കുട്ടികൾക്ക്, 9 വയസ്സ് മുതൽ 26 വയസ്സ് വരെ ഇപ്പം ആയിരുന്നു ഇനീഷ്യലി. ഇപ്പം നമുക്ക് 40 വയസ്സ് വരെയും ഈ വാക്സിനേഷൻ എടുക്കാവുന്നതാണ്. ഈ വാക്സിൻ എടുത്തു കഴിയുമ്പോൾ നമുക്ക് ഈ HPV എന്ന് പറയുന്ന വൈറസ് വരാതിരിക്കാൻ അതിനുള്ള പ്രതിരോധം കിട്ടുകയും അതിനാൽ നമുക്ക് ഈ ഗർഭാശയഗള ക്യാൻസറിലേക്ക് നമുക്ക് പ്രിവെൻഷൻ കിട്ടുകയും ചെയ്യുന്നു. അപ്പോൾ അതിനേക്ക് ഒരു അവയർനെസ്സാണ് ഇന്നത്തെ ഞാൻ എൻ്റെ ഈ സംസാരത്തിൽ മെയിനായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ സ്കൂളുകളിലും പല സ്ഥലത്തും ഈ വാക്സിനേഷൻ ക്യാമ്പയിനുകൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. നമുക്ക് പെൺകുട്ടികളിൽ 9 വയസ്സ് മുതൽ 15 വയസ്സ് വരെയുള്ള പെൺകുട്ടികൾക്ക് ഈ വാക്സിനേഷൻ എടുക്കുകയാണെങ്കിൽ 2 ഡോസേ ആവശ്യമുള്ളൂ. 15 വയസ്സിന് ശേഷം നമുക്ക് 3 ഡോസാണ് വരുന്നത്. നമുക്ക് വാക്സിൻ പലതരം ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ ഓരോ സ്ട്രെയിനുകൾക്ക് എഗെയിൻസ്റ്റുള്ള വാക്സിനാണ് നമ്മൾ ഈ ഉദ്ദേശിക്കുന്നത്. അതിലിപ്പം ഏറ്റവും ലേറ്റസ്റ്റ് എന്ന് പറയുന്നത് 9 തരം സ്ട്രെയിനുകൾക്ക് എഗെയിൻസ്റ്റ് വരുന്ന ഗാഡാസിൽ 9 എന്ന് പറയുന്ന വാക്സിനാണ് നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. അത് നമ്മൾ 15 വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് 2 ഡോസും 15 വയസ്സ് മുകളിലുള്ളവർക്ക് 40 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് എടുക്കാവുന്നതാണ്. 3 ഡോസുമാണ് വരുന്നത്. അതേപോലെ ഇതിപ്പം നമ്മളതിൻ്റെ പ്രിവെൻഷനാണ് ഈ പറയുന്ന ഒരു കാര്യം. ആൻഡ് ഈ സെർവൈക്കൽ ക്യാൻസറിൻ്റെ വേറൊരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് നമുക്കിത് വളരെ നേരത്തെ കണ്ടുപിടിക്കാൻ, അതായത് സ്ക്രീനിങ് മെത്തേഡ്സ് ഉണ്ട്. നമുക്ക് ഇതിൻ്റെ ക്യാൻസർ ആവുന്നതിന് മുന്നോടിയായിട്ടുള്ള സെർവിക്സിൽ വരുന്ന ചേഞ്ചസ് കണ്ടുപിടിക്കാനും ഇനി ഏർലി ആയിട്ടുള്ള ക്യാൻസർ കണ്ടുപിടിക്കാനും ഒക്കെ നമുക്ക് ഒരുപാട് സ്ക്രീനിങ് മെത്തേഡ്സ് ഉള്ള ഒരു ക്യാൻസറാണ്. പല ക്യാൻസറുകൾക്കും നമുക്ക് പറ്റാത്ത കാര്യം അത് തന്നെയാണ്, വളരെ ഏർലി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതും നമുക്ക് പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം. അപ്പം നമുക്ക് ഈ സെർവൈക്കൽ ക്യാൻസർ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. സ്ക്രീൻ ചെയ്ത് വളരെ ഏർലി ആയി കണ്ടുപിടിക്കാൻ, അതിന് ക്യാൻസർ ആവുന്നതിന് മുന്നോടിയായിട്ടുള്ള ചേഞ്ചസ് തന്നെ കണ്ടുപിടിക്കാൻ നമുക്ക് പാപ്സ്മിയർ, അതേപോലെ ഈ HPV എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ പ്രിവെൻഷന് വേണ്ടി വാക്സിൻ്റെ കാര്യം പറഞ്ഞു, അതിൻ്റെ പ്രസൻസ് ഡിറ്റക്ട് ചെയ്യാൻ അതിൻ്റെ ഒരു DNA ടെസ്റ്റ്, അതെല്ലാം OP ആയിട്ട് തന്നെ നമുക്ക് വളരെ ഈസിലി ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അപ്പം നമ്മൾ സ്ത്രീകളെല്ലാവരും 21 വയസ്സിന് ശേഷം എല്ലാ സ്ത്രീകൾക്കും നമുക്ക് പാപ്സ്മിയർ ചെയ്യാവുന്നതാണ്. അതേപോലെ 30 വയസ്സിന് ശേഷം HPV DNA ഡിറ്റക്ട് ചെയ്യാനുള്ള ടെസ്റ്റുകളും ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ വരുമ്പോൾ അതെല്ലാം ചെയ്താൽ തന്നെ നമുക്ക് ഏർലി ആയിട്ട്, അതായത് ക്യാൻസർ ആവുന്നതിന് മുമ്പ് തന്നെ അല്ലെങ്കിൽ ക്യാൻസറിന് മുന്നോടിയായിട്ടുള്ള ചേഞ്ചസ് കണ്ടുപിടിക്കുകയും അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് എടുക്കാനുമുള്ള ഓപ്ഷൻ ഉണ്ട് ഇപ്പോൾ. അപ്പം നമ്മൾ എല്ലാ സ്ത്രീകളോടും ഈ സ്ക്രീനിങ്ങിന് മുന്നോട്ട് വരണം എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക്